ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഒരു റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ, ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ, അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് നിങ്ങളോട് എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കധികം സമയം കളയാതെ തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, ഇതിലേക്ക് എനർജി കൊണ്ടുവരിക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്നിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ആരോടാണോ, ഇപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ റീഡിങ്ങിന് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പോലും അയാളുമായിട്ട് നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് അയാളെ ആയിരിക്കും ഡിവൈൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. സോ അവരുമായിട്ടൊരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും. സോ ആരുമായിട്ടാണോ നിങ്ങൾക്ക് എടുക്കാനായിട്ട് തോന്നുന്നത്, നിങ്ങളുടെ പേഴ്സണലി എനർജി ചെക്ക് ചെയ്ത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ചെക്ക് ചെയ്യാൻ ആരുമായിട്ടാണോ തോന്നുന്നത് അവരുമായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിൽ നിന്ന് തന്നെ എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിച്ച് പറയില്ല. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് നിങ്ങളോടുള്ള, അവരിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അവർ ഓവറോൾ എനർജി, ഈ ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓടിച്ച് കാണരുത്. നിങ്ങളുടെ എനർജി എന്ന് പറയുന്നതാണ് ഈ ടാരോ റീഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. സോ അതെപ്പോഴും വേണം. ഓക്കെ, King of Pentacles, King of Cups, good. Two of Wands, Eight of Pentacles, okay. Two of Cups, Queen of Cups. ഒരു കാർഡ്, രണ്ട് കാർഡ്സുകൾ ഇവിടെ, രണ്ടല്ല 3 കാർഡ്സാണ് തിരിച്ച് വീണ്ടും പോയിട്ടുള്ളത്. ദ മജീഷ്യൻ, ദ 7 of Swords ആൻഡ് Queen of Wands. ഇപ്പോഴത്തെ കറണ്ട് എനർജി പ്ലീസ് give me. Okay, Eight of Cups, Eight of Wands. 2 more cards please, divine. Two more cards please. Yeah, High Priestess. ഓക്കെ, ദ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ്. വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള കാർഡ്സുകൾ. കാർഡ്സ് നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് മനസ്സിലായി. നമ്മൾക്ക് കുറച്ചൊന്നൊരു കയറ്റി വയ്ക്കാം. സോ ഇത്രയും കാർഡ്സുകളാണ് നമുക്കിന്ന് വന്നിട്ടുള്ള. വീൽ ഓഫ് ഫോർച്യൂൺ സപ്പോർട്ടീവായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, നിങ്ങളുമായിട്ട് കുറച്ച് പേർക്ക് ഇപ്പോൾ ഒരു ടോട്ടൽ ബ്രേക്കപ്പ് സിറ്റുവേഷനും കുറച്ച് പേർക്കൊരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനും ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് കോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. ഓക്കെ, അങ്ങനൊരു സിറ്റുവേഷൻ ഏറെക്കുറെ പേർക്കും ഒരു ടോട്ടൽ ബ്രേക്കപ്പിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. പക്ഷേ പണ്ടത്തെ ആ ഒരു അയാളുടെ ഫീലിങ്സിൽ ഡീപ്പ് ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി എനിക്ക് കാണുന്നത് ലൈക്ക് കുറച്ച് നാളുകളായിട്ട് തന്നെ അവരുടെ ശ്രദ്ധ വേറെ എന്തിലൊക്കെയോ ആയിപ്പോയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്.
കുറച്ച് പേർക്ക് പക്ക ഒരു മണി റിലേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 8 ഓഫ് പെൻഡിക്കിൾസ് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി അവർ വല്ലാതെ തന്നെ അതിൻ്റെ പിന്നാലെ പോയപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളും അവരെ നിങ്ങളോട് ആ ഒരു മുമ്പ് കാണിച്ചിരുന്ന ആ ഒരു പരിഗണനയും സ്നേഹമൊക്കെ കാണിക്കാനായിട്ട് വിട്ടുപോയി. അവരുടെ എന്തുകൊണ്ടൊക്കെയോ ടെൻഷൻസിലും സ്ട്രെസ്സുകളിലൊക്കെ നിങ്ങളോട് ഒരുപാട് മോശമായിട്ടൊക്കെ പെരുമാറിയതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് പേര്, എനിക്കിവിടെ 3 എന്ന ഒരു നമ്പർ വ്യക്തമായിട്ട് വരുന്നുണ്ട്. കുറച്ച് പേര് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കും പോയതായിട്ടും കാണിക്കുന്നുണ്ട്. അവരാണ് അവർക്ക് മുഖ്യം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളോട് ആ ഒരു വാല്യൂ കുറഞ്ഞ് മറ്റുള്ളവരെ വാല്യൂ മതിച്ച് പോയ വ്യക്തികൾ. സോ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കാർഡിൽ തന്നെ നമ്മൾക്ക് കണ്ടതെന്ന് പറഞ്ഞാൽ ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഫീലിങ്സും, അതായത് നിങ്ങളോടല്ല കേട്ടോ, ഒരു ചെത്ത അവസ്ഥ എന്നൊക്കെ പറയില്ലേ, അവരുടെ ലൈഫിൽ എന്താ പറയുക, ഒരു തരത്തിലുമുള്ളൊരു സന്തോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഏറെക്കുറെ വരുന്ന ചിന്തകൾ നിങ്ങളായിരുന്നു അവരുടെ ഭാഗ്യം എന്നുള്ളൊരു എനർജി എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളായിരുന്നു അവരുടെ ഒരു ഭാഗ്യം. നിങ്ങളുണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഏറെക്കുറെ എല്ലാ സൗഭാഗ്യങ്ങളും വന്നുകൊണ്ടിരുന്നിരുന്നു, സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഏകദേശം അതെല്ലാം നിലച്ച പോലെയാണ് തോന്നുന്നത്. പക്ഷേ എന്താ പറയുക, നിങ്ങളിലേക്ക് വരാനുള്ളൊരു ഗിൽറ്റി ഫീലിങ്സ് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ അത്യാവശ്യം വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഈ അവരുടെ ഒരു സ്നേഹത്തിനും ടൈമിന് വേണ്ടിയിട്ടും കെഞ്ചിരുന്ന ടൈമിലൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. സോ ആ ഒരു വ്യക്തിക്ക് തിരികെ വന്ന് നിങ്ങളോട് എന്ത് പറയണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ അയാളുടെ മനസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ക്യൂൺ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് കപ്സ് എനർജി വന്നിട്ടുണ്ട്, ക്യൂൺ ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ടോട്ടലി എൻഡപ്പ് ചെയ്ത് വേറൊരു ഇതിലേക്ക് തന്നെ പോയവരായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവശ്യമില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അനദർ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അത് മതി എന്നുള്ള രീതിയിലേക്ക് നിങ്ങളെ വില മതിക്കാതെ പോയ വ്യക്തി അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളുകൊണ്ട് കരയുന്ന ഒരവസ്ഥയാണ്. അവരുടെ ഇപ്പോൾ മുമ്പ് ബാലൻസിൽ നിന്നിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ബാലൻസ് ഇല്ലാതെ പോയിട്ടുള്ളൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി എല്ലാം ഒരു തകർന്ന മട്ടിലാണ്. പക്ഷെ പുറമേക്ക് കാണുമ്പോൾ ചിലപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അവർ പുറമേക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ കരയാണ്. കണ്ടില്ലേ, നമുക്ക് ദ സ്റ്റാർ കാർഡ് ഇവിടെ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ദ സ്റ്റാർ കാർഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താ പറയുക, മുമ്പ് അവർ ഈ സ്റ്റാർ കാർഡ് അപ്ഡേറ്റ് വന്നിരുന്നെങ്കിൽ മുമ്പ് അവർ നിങ്ങളോടുള്ള സ്നേഹം വേണ്ടാന്നും പറഞ്ഞിട്ട് ഒഴിച്ചു കളഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ അത് റിവേഴ്സ് വന്നെങ്കിൽ അത് തിരിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ. ഓക്കെ, വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഈ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലെത്തി പകുതി ആയപ്പോഴാണ് നിങ്ങളതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഈശ്വര ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായി, ഇനി ഒരിക്കലും പിരിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഇവിടെ ഡിവൈൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്പിരിച്വലി ആൻഡ് ഡിവൈൻലി കണക്ഷൻ വൈസ് നിങ്ങളുടെ കണക്ഷൻ ഇപ്പോഴും വിട്ടിട്ടില്ല. ഓക്കെ, ടോട്ടലി നിങ്ങൾ വിചാരിക്കും ടോട്ടലി ഈ ഒരു കണക്ഷൻ എൻഡായി പോയി എന്നൊക്കെ. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ രണ്ട് സോളിൻ്റെയും എനർജി ഇപ്പോഴും ടൈഡായിട്ടുള്ള സിറ്റുവേഷനിൽ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ദ മജീഷ്യൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഈ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രോബ്ലംസിനെയൊക്കെ നിങ്ങളെ കൊണ്ട് ഹീലാക്കാൻ കഴിയും എന്നുള്ളൊരു ആൻസറും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് മാത്രമാണ് അവിടെ ഹീലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂല അവസ്ഥയിലാണ് നിൽക്കുന്നത്. 8 ഓഫ് വാൺസ് വരുന്നുണ്ട്. പെട്ടെന്ന് എന്താ പറയുക, ഒരു തിരിച്ചുവരവായിരിക്കും ഇവരുടെ എന്ന് കാണിക്കുന്നുണ്ട്. സ്റ്റിൽ അവർ ഇപ്പോഴും നിങ്ങളെ എന്താ പറയുക തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും
അവിടെ അവർക്ക് എല്ലാത്തിലും സ്റ്റക്നെസ് ആണ്. പക്ഷെ അവർ തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങളിലേക്ക്. ഇപ്പോൾ രാത്രികാലങ്ങളിലൊക്കെ കിടക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതലും നിങ്ങളോടുള്ള ആ ഒരു മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു അവർ ടോട്ടലി ഇതിൽ നിന്നും വിട്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. നിങ്ങൾ കുറേ കാലം കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിലൊക്കെ ഒരുപാട് കുറവുകൾ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, മെമ്മറീസുകൾ ഒരുപാട്, നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കോൺവെർസേഷൻസുകൾ, അപ്പോൾ അവരനുഭവിച്ചിരുന്ന ആ ഫീലിങ്സ്, സന്തോഷം, അതെല്ലാം അവരുടെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് അലയടിച്ചു കൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത്. 2 of Wands. അവർ ചിന്തിക്കുന്നുണ്ട് വേണോ വേണ്ടയോ, നിങ്ങളുടെ അടുത്തിലേക്ക് ഇനിയും തിരികെ വരണമോ വേണ്ടയോ എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. 2 of Cups. അവരിൽ ചിലവരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണേന്നും പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കുറച്ച് ഒരു എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള പോലെയാണ് തോന്നുന്നത്. നിങ്ങൾ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം എന്നുള്ളൊരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറെക്കുറെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പിൽ വന്ന്. ഈ വ്യക്തിയിലൂടെ തന്നെ എന്താണോ അതിൻ്റെ ഹാപ്പിനെസ്, എന്താണോ ദുഃഖം, ഇത് രണ്ടും ഈ വ്യക്തിയിൽ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുറേ പേരുടെ ഇതിൽ എനിക്ക് ഒരു എനർജി കിട്ടുന്നു. കുറേ എന്താ പറയുക, ഒളിപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ കാര്യങ്ങളെല്ലാം. ഈ പേഴ്സൺ ഇനിയുള്ള തിരിച്ചു വരവിൽ ഇവരെല്ലാം നിങ്ങളടുത്ത് തുറന്നു പറയും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് കാർഡ്സ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇല്ലാതായപ്പോൾ അവരുടെ അവസ്ഥ ഇന്നതൊക്കെ ആയിരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വാട്സപ്പിലാണെങ്കിലും ലാസ്റ്റ് സീൻ ഫോട്ടോസുകളോ കാര്യങ്ങളൊക്കെ അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ചില എന്തൊക്കെയോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ മുമ്പ് അവർ എടുത്ത് വെച്ചിരുന്ന കാര്യങ്ങളുണ്ട്. ആരും കാണാതെ ഫോണിൽ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന എന്തൊക്കെയോ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റോ എന്തൊക്കെയോ അവർ നിങ്ങളുടെ ഒരു മെമ്മറീസിനെ ഇതിലേക്ക് ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ്. അവരിപ്പോഴും നിങ്ങളോട് ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയെ തിരികെ കൊണ്ടുവരാണ് നിങ്ങളുടെ അടുത്തിലേക്ക് യൂണിവേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ബിക്കോസ് വീൽ ഓഫ് ഫോർച്യൂൺ ഇവിടെ അനുകൂലാവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പൊക്കെ അവർക്ക് എന്താ പറയുക, ഇതൊരു ഈഗോ പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഈഗോ ഉണ്ട് ആ പേഴ്സണ്. എല്ലാം തുറന്നു പറയാനും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിരുന്ന വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത്. കാരണം ഒരു സമയത്ത് അവർക്ക് പൊടുത്തന്നെ എല്ലാം അങ്ങോട്ട് അവരിലേക്ക് വന്നു. എന്തൊക്കെയോ തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ചുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിലങ്ങോട്ട് അവർ മതിമറന്നുപോയി എന്നൊക്കെ പറയില്ലേ, അതേ അവസ്ഥയായിരുന്നു. അങ്ങനെ നിങ്ങൾ ടോട്ടലി ഇതിൽ നിന്നും വിട്ടുമാറിപ്പോയപ്പോഴാണ് എന്താ പറയുക, സൗഭാഗ്യം എന്നത് നിങ്ങളിലായിരുന്നു. നിങ്ങളിൽ കണക്ട് ചെയ്ത് നിൽക്കുമ്പോഴായിരുന്നു അവരുടെ സൗഭാഗ്യം എന്നതാണ് അവർ എന്താ പറയുക മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, സോ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ എന്താ പറയുക, നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തിയിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളെ പ്രൈസ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ആദ്യമൊക്കെ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് വിളിക്കണമായിരുന്നു. അതൊക്കെ അവിടെ മാറാനായിട്ട് പോകുകയാണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് എന്തായാലും തിരികെ വരുന്നൊരവസ്ഥയാണ്. 8 of Wands ആണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ദിവസം അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഒറാക്കിൾ കാർഡ്സ് കൂടെ വെച്ചിട്ടൊന്ന് നോക്കാം, എന്താണ് നെക്സ്റ്റ് സിറ്റുവേഷൻ എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഡേറ്റ് നൈറ്റ്. Yeah, so get ready to be wined and denied. സോ അതിന് നിങ്ങളോട് റെഡി ആയിക്കോളാനാണ് പറയുന്നത്. അവരുടെ ഒരു വരവിന് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന
ആ ഒരു കാര്യത്തിന് നിങ്ങളോട് റെഡിയാകാനാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. എന്തുകൊണ്ടൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട് ഇവിടെ, നിങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്കോ സംതിങ് റിലേറ്റഡ് ടു. നിങ്ങളൊന്ന് ഹെൽത്ത് ചെക്ക് ചെയ്യാനൊക്കെ ഒന്ന്, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്നും ഹെൽത്ത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാനുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഡിവോഴ്സ്, അതായത് തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തികൾ, അവിടെ അവർ വളരെയധികം ബിറ്ററായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അവിടെ എന്താ പറയുക, നിങ്ങളെക്കാളും വിലമതിച്ച് പോയവരെല്ലാവരും വെറും എന്താ പറയുക ശൂന്യമായ കല്ലുകളായിരുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് കുറേ പേരൊക്കെ ഡിവോഴ്സിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നവർ നിങ്ങളുടെ എനർജിയിലും കാണുന്നുണ്ട്, അവരുടെ എനർജിയിലും കാണുന്നുണ്ട്. ഓക്കെ, കുറേ പേരൊക്കെ ഡിവോഴ്സ് കഴിഞ്ഞ വ്യക്തികളും ഡിവോഴ്സിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പേഴ്സൺ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് ഏകദേശം ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് എന്താ പറയുക, ഔട്ട്സൈഡ് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ഓക്കെ, അത്യാവശ്യം ഈ വ്യക്തിയിലേക്ക് പലരുടെയും ഒരു എനർജി പോകും. പെട്ടെന്ന് മറ്റുള്ളവരിൽ പെട്ടെന്ന് ആകർഷകമാകും, അല്ലെങ്കിൽ പെട്ടെന്ന് വീണു പോകും ഈ വ്യക്തി. ഗെറ്റിംഗ് എ ന്യൂ പെറ്റ്, ഗിവിങ് എ കറണ്ട് പെറ്റ് മോർ ലവ്. അതായത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, നിങ്ങളെ അവർ മുമ്പ് ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു പെറ്റ് എന്ന് വെച്ചാൽ പറഞ്ഞാൽ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അതിനേക്കാളും ടേക്ക് കെയർ ചെയ്യാനുള്ളൊരവസ്ഥ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് അവർ നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. Caution, find out more information, don't. അതെ, ഇവിടെ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഇഷ്യൂസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ സത്യാവസ്ഥകളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, നെഗറ്റീവ്ലി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അറിയാതെ പോസിറ്റീവായിട്ടും നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. സോ സത്യാവസ്ഥയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ആൻസർ ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് വൺ മോർ കാർഡ് പ്ലീസ്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സൈക്കിൾസ്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് ആൻഡ് സൈക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ഇതൊരു വിധിയാണ്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടണമെന്നും ഇത്തരത്തിലൊക്കെ സംഭവിക്കണമെന്നും ഒരു വിധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ഫേറ്റ്, കർമ്മ, സംതിങ് എൻഡിങ് ആൻഡ് സംതിങ് ബിഗിനിങ്. നിങ്ങളുടെ ഒരു സൈക്കിൾ അവിടെ അവസാനിച്ചിരിക്കുന്നു. അഗെയിൻ അടുത്തൊരു സൈക്കിള് പുതിയ തുടക്കത്തിലേക്ക് വരികയാണ് ഈ ഒരു പേഴ്സണുമായിട്ട്. ദ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. സോ ഇവിടെ എന്താ പറയുക, അഗെയിൻ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള അഡ്വാൻറ്റേജ് എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയുക ഇതിനെ വികാരങ്ങളും നിങ്ങൾ വീണ്ടും അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ സന്തോഷം, ഹാപ്പിനെസ് അതിൻ്റെ എക്സ്ട്രീമിൽ പോകുന്നുണ്ട്. വാട്ട് എവർ ദ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ എഗെയിൻ നിങ്ങൾക്കിടയിൽ വീണ്ടും വലിയ രീതിയിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇവിടെ സൈക്കിൾസ് ആണ് കാണിക്കുന്നത്. എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു സൈക്കിൾ കഴിഞ്ഞ് അടുത്തൊരു സൈക്കിൾ തുടങ്ങാനായിട്ട് പോകുന്നതാണ്. സോ ആ തുടങ്ങുന്ന ആ ഒരു സൈക്കിളിനെ നിങ്ങൾ വളരെ പ്യുവറായിട്ട് തുടങ്ങി നെഗറ്റിവിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് തിങ്കിങ് കൊടുക്കാതെ സന്തോഷകരമായിട്ട് സ്വീകരിക്കുക. അവർ വന്നു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനോ നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയൊന്നും വേണ്ട. ഓക്കെ, അവരെന്താണോ എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുക, മുഴുവനായിട്ട് മുന്നോട്ടേക്ക് പോകുക. കുറച്ച് പേർക്ക് ഇവിടെ ഈ ഒരു വ്യക്തി അല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറെയും സം കൈൻഡ് ഓഫ് സോൾമേറ്റ് അട്രാക്ഷൻ നിങ്ങൾക്ക്
ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് വരാനുള്ളൊരു ചാൻസും കാണിക്കുന്നുണ്ട്. വേറൊരു സോൾമേറ്റ് അട്രാക്ഷൻ, അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സോ ഇവിടെ ജസ്റ്റ് കണ്ടത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ആൻഡ് മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എനർജീസ് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നന്നായിട്ട് മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ മ്യൂസിക്കിൻ്റെ എന്തെങ്കിലും വയലിനോ അല്ലെങ്കിൽ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നതോ അല്ലെങ്കിൽ പാട്ട് പാടാൻ കഴിവുള്ള വ്യക്തികൾ, ഇങ്ങനെ ഒരു എനർജി എനിക്ക് നന്നായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ഓൾമോസ്റ്റ് ഒരു കറക്റ്റ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എന്തെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ട്, എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും കൊടുക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് റീഡിംഗ് ആണ്, അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.